പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഏവർക്കും നൈസ് തുങ്കസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 5ാം ക്ലാസ്സുകാരുടെ ആദ്യ അധ്യായത്തിലെ ടോമി ഓർ മൈം എന്ന പാഠഭാഗവുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. സമയം ഒട്ടും കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ടോമി ഓർ മൈം, ടോമിയും ഞാനും. പ്രോയ്തി റായാണ് ഇത് എഴുതിയിരിക്കുന്നത്. സാധാരണ കുഞ്ഞു കുട്ടികൾ, വായന ആരംഭിക്കുന്ന കുട്ടികൾക്ക് ചിത്രകഥകൾ വാങ്ങി തരാറുണ്ടല്ലേ പാരൻസ്. അതുപോലെ ഹിന്ദി അക്ഷരങ്ങൾ കൂട്ടിച്ചേർത്ത് വായിക്കാൻ തുടങ്ങുന്ന കൂട്ടുകാർക്ക് വേണ്ടിയുള്ള ഒരു ചിത്രകഥയാണ് ടോമി ഓർ മെയ് എന്നത്. ടോമി എന്ന് പറയുന്നത് ഒരു പെറ്റിൻ്റെ, ഒരു ഡോഗിൻ്റെ പേരാണ് ടോമി. ഓർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷിൽ ആൻഡ് ചേർക്കാറില്ലേ, ആൻഡ് എന്നതിന് രണ്ടുപേരും കൂടി കൂട്ടിച്ചേർക്കാൻ. ടോമി ഓർ മെയിം, മെയിം മീൻസ് ഞാൻ, ഐ. ടോമി ഓർ മൈം, ടോമിയും ഞാനും. ഓക്കെ, ചാപ്റ്ററിൻ്റെ പേരെന്താണ്? ടോമിയും ഞാനും. ടോമി ഓർ മെയിം. ഓക്കെ, എന്ന് ചേർക്കാനാണ് ഓർ ചേർക്കുന്നത്. ഇപ്പോൾ കലം ഓർ കിതാബ്, പേനയും ബുക്കും, അല്ലെങ്കിൽ കിതാബ് ഓർ കലം, ബുക്കും പേനയും. ലഡ്കി ഓർ ലഡ്ക, പെൺകുട്ടിയും ആൺകുട്ടിയും. ക്ലിയർ? മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ കേല ഓർ സേബ്, കേല ഓർ സേബ്. കേല മീൻസ് ബനാന, വാഴപ്പഴം. കേല ഓർ കേലയും വാഴപ്പഴവും. സേബ് മീൻസ് ആപ്പിൾ. അപ്പോൾ കേല ഓർ സേബ് എന്ന് വെച്ചാൽ വാഴപ്പഴവും ആപ്പിളും. ക്ലിയർ? മെയിം നീതുഹും, മെയിം നീതുഹും, ഞാൻ നീതു ആകുന്നു. മെയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ, ഐ. നീതു ഒരു കുട്ടിയുടെ പേരാണ്, നീതു. ഹൂം ആകുന്നു, ആണ്. അപ്പോൾ മെയിം നീതുഹും, ഞാൻ നീതു ആകുന്നു, അല്ലെങ്കിൽ ഞാൻ നീതു ആണ്. ഓക്കെ, മെയിം നീതു ഹൂം. അപ്പോൾ കൂട്ടുകാരെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിമിലാണ് ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ, ഒരു വാക്യം തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ അവസാനം ആരുണ്ടാകും? ഹൂം ഉണ്ടാകും, ഹൂം. അപ്പോൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഹേ, ഹൈം, ഇതൊക്കെ വരുമ്പോൾ ഇതിൻ്റെ അർത്ഥവും ആകുന്നു, ആണ് എന്നാണ്. പക്ഷേ മെയിമിലാണെങ്കിൽ ഞാൻ എന്നാണ് തുടങ്ങുന്നതെങ്കിൽ അതിൻ്റെ അവസാനം ഹൂം ഉണ്ടാകും. ഓക്കെ, അപ്പോൾ മെയിം നീതു ഹൂം, ഞാൻ നീതു ആകുന്നു, അല്ലെങ്കിൽ ഞാൻ നീതു ആണ്. ഓക്കെ, ഇനി ഞാൻ സ്നേഹയാണ് എന്നങ്ങനെ പറയും. സ്നേഹ, മെയിം സ്നേഹ ഹൂം, ഞാൻ സ്നേഹ ആകുന്നു. ഇനി ഞാൻ സ്മിതയാകുന്നു എന്നങ്ങനെ പറയും. ഞാൻ സ്മിതയാകുന്നു. അപ്പോൾ ശരിക്കും എൻ്റെ പേര് സ്മിത എന്നാണ് അല്ലേ. അപ്പോൾ ഞാൻ സ്മിതയാകുന്നു എന്നങ്ങനെ പറയും. മെയിം സ്മിത ഹൂം, മെയിം സ്മിത ഹൂം. ക്ലിയർ? ഞാൻ രമേശ് ആകുന്നു എങ്ങനെ പറയും? മെയിം രമേശ് ഹൂം, മെയിം രമേശ് ഹൂം. ഇനി സിദ്ധാർത്ഥ ആണെങ്കിലോ, ഞാൻ സിദ്ധാർത്ഥ ആകുന്നു എങ്ങനെ പറയും? മെയിം സിദ്ധാർത്ഥ് ഹൂം, അല്ലേ. അപ്പോൾ ആദ്യം മെയിം എന്ന് പറയുക, പിന്നെ നിങ്ങളുടെ പേര് പറയുക, ഹൂം ചേർക്കുക. കൂട്ടുകാരൊന്ന് സ്വയം പറഞ്ഞു നോക്കിക്കേ, ഞാൻ ഇന്നയാളാകുന്നു എന്ന് ഒന്ന് ഉറക്കെ പറഞ്ഞു നോക്കിക്കേ. മെയിം, പിന്നെ നിങ്ങളുടെ പേര് പറയുക, ഹൂം. ക്ലിയർ? ഓക്കെ, അപ്പോൾ അടുത്ത പേജിലേക്ക് പോകാം. നോക്കൂ. വാഹ് സർദിയോം കി രാത്ത് ധി, വാഹ് അത്, സർദിയോം കി രാത്ത് ധി, സർദി മീൻസ് തണുപ്പ്, സർദി തണുപ്പ്. രാത്ത് രാത്രി, ധി ആയിരുന്നു. വഹ് സർദിയോം കി രാത്ത് ധി, അത് തണുപ്പുള്ള രാത്രിയായിരുന്നു, അത് വളരെ തണുപ്പുള്ള രാത്രിയായിരുന്നു. നീതുവിനെ ഏക്ക് പില്ലാക്കോ ദേഖ, നോക്കൂ അവിടെ ഒന്നും എഴുതിയിട്ടില്ല, പിക്ചർ മാത്രമാണ് തന്നിരിക്കുന്നത് അല്ലേ. നീതു എന്ത് ചെയ്തു? ഏക്ക് പില്ലാക്കോ ദേഖ. പില്ല മീൻസ് എന്താ? പട്ടിക്കുട്ടി, പപ്പി. പപ്പിയാണ് പില്ല എന്ന് പറയുന്നത്, പില്ല. അപ്പോൾ നീതു എന്തിനെ കണ്ടു? ഒരു പട്ടിക്കുട്ടിയെ കണ്ടു, ഒരു പപ്പിയെ കണ്ടു. നീതു രാത് മേ പില്ലാക്കെ പാസ് ഗയ, നീതു എന്ത് ചെയ്തു? രാത്രിയിൽ ആ പിള്ളയുടെ, ആ പപ്പിയുടെ അടുത്തേക്ക് പോയി.
പപ്പിയെ പുറത്താണ് കണ്ടത് അല്ലേ, ഒരു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നീതു പപ്പിയെ കണ്ടത്. അപ്പോൾ ആ രാത്രി തന്നെ നീതു എന്ത് ചെയ്തു, ആ പപ്പിയുടെ അടുത്തേക്ക് പോയി. ഗയ പോയി. അപ്പോൾ നീതു എന്ത് ചെയ്തു, ആ പട്ടിക്കുഞ്ഞിൻ്റെ അടുത്തേക്ക് പോയി. അതിനുശേഷം എന്ത് ചെയ്തു, നീതു പില്ലാക്കോ ലേക്കർ അപ്പനെ घर में वापस आया. ആ പപ്പിയെ എടുത്തുകൊണ്ട് വീട്ടിലേക്ക് പോയി. വാപ്പസാന മടങ്ങി വരിക. അപ്പോൾ പട്ടിയെ എടുത്തിട്ട് വീട്ടിലേക്ക് മടങ്ങി വന്നു. രാത്രി ആ പപ്പിയെ എടുത്തുകൊണ്ട് വന്ന് എന്ത് ചെയ്തു, അതിനെ സുഖമായി ഒരു കൂടയ്ക്കുള്ളിൽ വച്ച് കിടത്തി ഉറക്കിയല്ലേ. എന്നിട്ട് നീതുവും സുഖമായിട്ട് ഉറങ്ങി. രാവിലെ എഴുന്നേറ്റിട്ട് എന്താ ചെയ്തത്, ഉസേ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ദ് ഥാ. ഉസേ അവന്, ആർക്ക്, പിള്ളയ്ക്ക്, ആ ടോമിക്ക്. നമ്മുടെ പിള്ളയ്ക്ക് ഒരു പേരുണ്ട്, ടോമി അല്ലേ. ടോമിക്ക് ചായ് കെ സാത്ത്, ചായ് മീൻസ് ടീ, ചായ. ചായ് കെ സാത്ത് ചായയുടെ കൂടെ, സാത്ത് കൂടെ, ചായ് കെ സാത്ത് ചായയുടെ കൂടെ, ബിസ്കുട്ട് മീൻസ് ബിസ്ക്കറ്റ്, ബിസ്കുട്ട് ഖാന കഴിക്കുന്നത്, ബഹുത് പസന്ത വളരെ ഇഷ്ടമായിരുന്നു. അപ്പോൾ ടോമിക്ക് എന്താ ഇഷ്ടം, ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടോമിക്ക് ചായക്ക് സാത്ത് ചായയുടെ ഒപ്പം ബിസ്കുട്ട് ഖാന ബിസ്ക്കറ്റ് കഴിക്കുന്നത്, ബഹുത് പസന്ത വളരെ ഇഷ്ടമായിരുന്നു. ഓക്കെ, പസന്ത് മീൻസ് പസന്ത് ഇഷ്ടം. ഓർ മേരെ സാത്ത് ഖേൽന, അപ്പോൾ ചായയുടെ ഒപ്പം ബിസ്ക്കറ്റ് കഴിക്കുന്നത് ഇഷ്ടമാണ്. പിന്നെയോ ഓർ മേരെ സാത്ത് ഖേൽന, മേരെ സാത്ത് എൻ്റെ കൂടെ, സാത്ത് കൂടെ, മേരെ സാത്ത് എൻ്റെ കൂടെ, ഖേൽന കളിക്കുക. അപ്പോൾ ടോമിക്ക് എൻ്റെ കൂടെ കളിക്കാനും എന്തായിരുന്നു, ഒരുപാട് ഇഷ്ടമായിരുന്നു. മേരെ സാത്ത് ഖേൽന, ഖേൽന മീൻസ് കളിക്കുക. ഓക്കെ, ഖേൽന കളിക്കുക. കഴിഞ്ഞില്ല ടോമിയുടെ ഇഷ്ടവിനോദങ്ങളിൽ ചിലത്. ഇനി എന്താ, പങ്ഖേക്ക് നീച്ചെ സോന. പങ്ഖേ മീൻസ് ഫാൻ. പങ്ഖേക്ക് നീച്ചെ ഫാനിൻ്റെ ചുവട്ടിൽ, നീച്ചെ ചുവട്ടിൽ, സോന ഉറങ്ങുക. ഗോൾഡ് എന്നൊരു മീനിങ്ങും ഉണ്ട്, പക്ഷെ ഇവിടെ ക്രിയാപദമായിട്ട് തന്നിരിക്കുന്നത് സോന. പങ്ഖേക്ക് നീച്ചെ സോന, പങ്ഖേ ഫാനിൻ്റെ നീച്ചെ ചുവട്ടിൽ ഉറങ്ങുക. അപ്പോൾ ടോമിയുടെ വിനോദങ്ങൾ കണ്ടല്ലോ, ചായയോടൊപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെയോ നമ്മുടെ നീതുവിൻ്റെ ഒപ്പം കളിക്കാൻ ഇഷ്ടമാണ്. പങ്കേക്ക് നീച്ചെ സോന ഫാനിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങാനും വളരെ ഇഷ്ടമാണ്. നമുക്കും ഇഷ്ടമാണല്ലേ വയറു നിറയെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങാൻ. ഓർ കിതാബ് പഠന, പിന്നെയോ കൂടാതെ കിതാബ് ടെക്സ്റ്റ്, പുസ്തകം. കിതാബ് പഠന പുസ്തകം വായിക്കാൻ എന്തായിരുന്നു, നമ്മുടെ ടോമിക്ക് വലിയ ഇഷ്ടമായിരുന്നു. നമ്മുടെ നീതുവിൻ്റെ ഒപ്പം നീതുവിൻ്റെ പുസ്തകങ്ങൾ വായിക്കാനും ആർക്കിഷ്ടമായിരുന്നു, നമ്മുടെ ടോമിക്ക്, നമ്മുടെ പട്ടിക്കുഞ്ഞിന് അല്ലെങ്കിൽ നമ്മുടെ ടോമിക്ക് വളരെ ഇഷ്ടമായിരുന്നു. പഠന മീൻസ് എന്താണ്, വായിക്കുക, റീഡ് ചെയ്യുക, ടു റീഡ്. ഉസേ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ ഥാ. പക്ഷേ നമ്മുടെ ടോമിക്കൊരു കുഴപ്പമുണ്ടായിരുന്നു. എന്താ, ഉസേ അവന്, മേരാ ബാഹർ ജാന എൻ്റെ പുറത്തേക്കുള്ള പോക്ക്, ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ ഥാ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഓക്കെ, അച്ഛാ നഹീ ലഗ്താ ഥാ ഒട്ടും ഇഷ്ടപ്പെട്ടിരുന്നില്ല. എന്താണ് ടോമി ഇഷ്ടപ്പെട്ടാതിരുന്നത്, നമ്മുടെ നീതു പുറത്തേക്ക് പോകുന്നത്. നീതുവിന് സ്കൂളിൽ പോകണ്ടേ, അപ്പോൾ നീതു എന്തെയും വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. നീതു വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് ആർക്കിഷ്ടമായിരുന്നില്ല, ടോമിക്ക് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഓക്കെ, ഉസേ ആർക്ക്, ടോമിക്ക് എന്ത് ചെയ്തു, മേരാ ബാഹർ ജാന എൻ്റെ പുറത്തേക്കുള്ള പോക്ക്, ബിൽക്കുൽ അച്ഛാ നഹീ ലഗ്താ ഥാ ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഓക്കെ, അതാണല്ലേ നമുക്ക് പെറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, കൂട്ടുകാർക്ക് ക്യാറ്റോ പപ്പിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ വാതിൽക്കൽ വന്ന് നിങ്ങളെ യാത്രയാക്കും. തിരിച്ച് നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത് അവരിങ്ങനെ കാത്തു നിൽക്കുമല്ലേ, അങ്ങനെയില്ലേ? അങ്ങനെയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ, നിങ്ങളുടെ പെറ്റ്സിൻ്റെ പേരും അവരങ്ങനെ നിൽക്കാറുണ്ടോ എന്നൊക്കെ. അതുപോലെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ബട്ടൺ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കായി ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. ഓക്കെ,
അപ്പോൾ നോക്കൂ, ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ. നമ്മുടെ ടോമിക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാവുന്ന എപ്പോഴാ? ഹം ഹം ഞങ്ങൾ, ഹം ജബ് സാത്ത് ഹോത്തെ തോ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നത്, ബഹുത് വളരെ, ഖുഷ് രഹത്തെ വളരെ സന്തുഷ്ടരായിരുന്നു, അല്ലെങ്കിൽ സന്തോഷമായിരുന്നു. ഞങ്ങൾ ഒരുമിച്ചിരിക്കാനാണ് ഇഷ്ടപ്പെട്ടിരുന്നത്. ആരൊക്കെ? ടോമിയും നീതുവും. ടോമിയും നീതുവും എപ്പോഴും ഒരുമിച്ചിരിക്കാൻ ആഗ്രഹിച്ചിരുന്നവരാണ് അല്ലേ? അവർ ഒരുമിച്ചിരിക്കുന്നതായിരുന്നു അവർക്ക് സന്തോഷം. ഓക്കെ, ഖുഷ് എന്താ? ഖുഷ് സന്തോഷം. ഓക്കെ, ഖുഷ് സന്തോഷം. ക്ലിയർ? ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് സന്തോഷം. ഖുഷ് രഹത്തെ മീൻസ് സന്തുഷ്ടരായിരുന്നു, സന്തോഷമുള്ളവരായിരുന്നു. വെർ ഹാപ്പി എന്ന. ക്ലിയർ ആണല്ലോ? ടോമി ഓർ മെയിം എന്ന ചിത്രകഥയിലെ പ്രോയിതി റായ് എന്താ പറഞ്ഞിരിക്കുന്നത്? മെയിം നീതുഹും ഞാൻ നീതുവാകുന്നു. വാ സർദിയോം കി രാത് ധി അത് തണുപ്പുള്ള രാത്രിയായിരുന്നു. പിന്നെന്താ? ഉസെ ചായ് കെ സാത്ത് ബിസ്കുട്ട് ഖാന ബഹുത് പസന്ദ് താ അവന് ചായയുടെ ഒപ്പം ബിസ്ക്കറ്റ് കഴിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു. ഓർ മേരെ സാത്ത് ഖേൽന പിന്നെ കൂടാതെ എൻ്റെ കൂടെ കളിക്കുന്നത്. പങ്കേക്ക് നീച്ചെ സോന ഫാനിൻ്റെ ചുവട്ടിൽ കിടന്ന് ഉറങ്ങുന്നത്. ഓർ കിതാബ് പഠന കൂടാതെ എന്ത് ചെയ്യുന്നത്? പുസ്തകം വായിക്കുന്നത്, പുസ്തകം പഠിക്കുന്നത്. പഠന റീഡ് ചെയ്യുക. ഉസെ മേരാ ബാഹർ ജാന ബിൽക്കുൽ അച്ഛാ നഹി ലഗ്താ ഥാ ഞാൻ പുറത്തേക്ക് പോകുന്നത് ടോമി ഇഷ്ടപ്പെട്ടിരുന്നില്ല. ഹം ജബ് സാത്ത് ഹോത്തെ തോ ബഹുത് ഖുഷ് രഹത്തെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് സന്തോഷം. ഞങ്ങൾ അപ്പോഴായിരുന്നു സന്തുഷ്ടരായിരുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ അടുത്ത ഭാഗം, അടുത്തൊരു കുഞ്ഞു കവിതയാണല്ലേ, പില്ല എന്ന് പറഞ്ഞിട്ട്, പട്ടിക്കുട്ടിയുടെ ഒരു കുഞ്ഞു കവിതയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരുന്നത് വരെ ബൈ ബൈ.